കൊടുത്താൽ വെയിറ്റ് നമ്മളത്തേക്ക് ഇനി ക്രിയേറ്റ് കൊടുക്കൂടാ വലുത് വട്ടെ ആടെ ക്രിയേറ്റ് ഓക്കെ. എന്താണ് അത് അൺറെസ്പോൺസിബിൾ ആയിട്ട് ഓപ്ഷൻ സിസ്റ്റം കാണിക്കണ്ടല്ലോ. ഹാങ് ആയി. ഓപ്ഷൻ ഒന്നും വേണ്ട, ക്രിയേറ്റ് കൊടുത്താൽ ക്രിയേറ്റിൽ മാത്രം ക്രിയേറ്റ് ഹാങ്ങായ. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തോ. ആ എന്നാ ഒന്നും ചെയ്യണ്ട, അത് പിന്നെ റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നോക്കോ. പക്ഷെ ആകുമ്പോ ഒന്നും കാണിക്കില്ലെന്ന്. ഒന്നും കൂടി ആയിരിക്കും. പക്ഷെ റീഫ്രഷിന് ഓപ്ഷൻ കാണിക്കില്ലല്ലോ. റീഫ്രഷ് അങ്ങ് മുകളിലുണ്ട്. അല്ലെങ്കിൽ ആടെ റീലോഡ് കൊടുത്താൽ ആടെ അല്ല, ആടെ ഒന്ന് കുറച്ച് മേലോട്ട് കൊണ്ടിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യും. ആടെ പോണ്ട. ഇവിടെ അല്ലേ? ആടെ റീഫ്രഷ് കൊടുത്താൽ അല്ലാതെ നേരത്തെ കൊണ്ടുവരാം. കുറച്ചും കൂടി മേലോട്ട് അതിന്റെ ബോർഡും എവിടെയെങ്കിലും ബുക്ക് ഇവിടെ ആടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കും. റൈറ്റ് റൈറ്റ് പറ്റി ഓക്കെ മതി. അതിന്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യും. ഇവിടെ ഇപ്പൊ ഒരു ബെർലോട്ട് കുത്തുന്നില്ല ചങ്ങായി. വരില്ല അവിടെ അല്ലേ? ആളൊന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യും. ആളല്ല, ഏ ഇവിടെ 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 വേറെ ഒരു ചങ്ങായി പായുന്ന കാണുന്നില്ല. ഇവിടെ ആ ഒന്ന് ക്ലിക്ക് ചെയ്യ്. എന്നിട്ട് രണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യ്. ആ ഡബിൾ ക്ലിക്ക് ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് ഏത് എന്തെന്നാണ് ഏത് വാക്ക് വരുമാന്ന് അതിനെയാണ് ടിക്കർ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ മേലെ ഹലോ ഹായ് സ്റ്റാർട്ട്. ആ നിങ്ങൾ തന്നെ കൊടുക്കാന്ന്. നിങ്ങൾ ചെയ്യണ പോലെ തന്നെ ചെയ്യാം. അല്ല, ഞാൻ കൊടുത്തതെന്ന് വിചാരിച്ചാൽ വാട്സപ്പ് മെസ്സേജ് വരുമ്പോൾ ഞാൻ ഒരു മെസ്സേജ് അവിടെ കൊടുക്കുന്നത് എന്തെന്നതിനും അത് ഹലോ മെസ്സേജ്. ടെൽ ടെലോ ടെൽ മീ അബൌട്ട് ദ കോഴ്സ് എന്നാണ് ഞാൻ കൊടുത്തത്. അത് നിങ്ങൾക്ക് എന്തും കൊടുക്കാം. ടെൽ മീ അബൌട്ട് ദ. കോഴ്സ് എന്നാ ഞാൻ കൊടുത്തത്. നിങ്ങൾക്ക് ഹായ് എന്നോ ഹലോ എന്നോ എന്തും കൊടുക്കാം. അതല്ലെങ്കിൽ അതിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ജോയിൻ ആവുന്നോ അതല്ലെങ്കിൽ രജിസ്റ്റർന്നോ എന്തെന്നാണ് നമ്മൾ പരസ്യമായിട്ട് ആപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂടെ ഇപ്പം തൽക്കാലം ഹായ് നാട്ട് കൊടുത്താൽ മതി. ആ എന്നിട്ട് പിന്നെ നമുക്ക് മാറ്റാം അത്. ആ ഞാൻ കൊടുത്താണ് ടെൽ മീ അബൌട്ട് ദ കോഴ്സ് ഞാൻ കൊടുത്തത്. പക്ഷെ നിങ്ങൾ ഇപ്പം ജസ്റ്റ് ഹായ് എന്ന് കൊടുക്ക്. ആ ഹായ് ആണ് ഹായ് എന്ന് കൊടുക്ക്. ഇതുപോലെ. ഓക്കെ. ആ ആ ലോങ് ആണ് സംഭവം. ഓക്കെ ഓക്കെ. അതിൽ ആ എക്സാക്ട് കീവേഡ് വരണമെങ്കിൽ താഴെ നീലം ഓക്കെ ആണ്. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും അതുമായിട്ട് സാമ്യമുള്ള വരണമെങ്കിൽ ഇങ്ങനെ സ്ട്രിങ് മാച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു താഴെ അവിടുത്തെ അവിടെ തന്നെ വെക്ക് കേസർ നമ്മൾ വെച്ചെടുത്തില്ല അടിച്ച് വന്നാണ് കേസർ വെക്കുക. എന്നാൽ എനിക്ക് പറഞ്ഞു തരാം സുഖം കളിക്കല്ല. ആ സ്ട്രിങ് മാച്ച് എന്ന് പറഞ്ഞാൽ അതിനോട് സാമ്യമുള്ള വേറെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ടെൽമി എന്നുള്ളത് ചിലപ്പോൾ പിന്നെ ക്യാപിറ്റൽ ആയിരിക്കും സ്മോൾ ആയിരിക്കും. അങ്ങനെയെല്ലാം വരുന്ന സമയത്തെല്ലാം അതുമായിട്ട് മാച്ച് ചെയ്ത് നമ്മൾ ട്രിഗർ ചെയ്യും. അല്ല എക്സാക്ട്ലി അതേ വേർഡ് തന്നെ പറഞ്ഞാൽ പോകണമെങ്കിൽ ഇപ്പം നല്ല കറക്റ്റാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ സ്ട്രിങ് മാച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒന്ന് ചിലപ്പം ക്യാപിറ്റൽ കൊടുക്കും, ചിലപ്പോൾ സ്മോൾ കൊടുക്കും. ഓക്കെ, ചിലപ്പോൾ അത് തീർത്ത് കൊടുത്തെന്ന് വരുമല്ല. അപ്പോൾ സ്ട്രിങ് മാച്ച് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യും നിങ്ങളെ ബെർത്തിൽ. ഓക്കെ. ഇനി അതിനൊരു ബോട്ടിനൊരു പേര് കൊടുക്കുക. ടൈറ്റിലിനോ? ബോട്ടിന്റെ ടൈറ്റിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവാനാ. നമ്മൾ കുറേ ബോട്ടുകൾ ഉണ്ടാക്കും. ഇപ്പൊ ഇതങ്ങനെയൊന്നും കൊടുക്കണമെന്നില്ല. ഹായ് ബോട്ട് എന്നോ അല്ലെങ്കിൽ ടെൽമി ബോട്ട് എന്നോ കൊടുത്തായി. ടെൽമി ബോട്ട് എന്ന് കൊടുക്കുക. കാരണം നമ്മൾ എന്തിനാ നിങ്ങൾ ഏത് എങ്ങനെയാണോ വേർഡാണ് ചെയ്തത് അതുപോലെ നമുക്ക് ചെയ്യാം. ടെൽമി ബോട്ട് എന്ന് കൊടുക്കുക. ടെൽമി ബോട്ട്. ടെൽ മീ അപ്പൊ നമ്മൾ അബൌട്ട്. ടെൽമി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അത് ട്രിഗർ ചെയ്യാം. ആ ഓക്കെ. ലേബല് താഴെ ലേബല് അവിടെ ന്യൂ എന്നുള്ള ലേബൽ കൊടുക്കുക. ന്യൂ ലീഡ്. ന്യൂ. ന്യൂ ലീഡ്
ആ ഓക്കെ. ആളൊന്ന് ക്ലിക്ക് ചെയ്യേ, അതിന്റെ മുകളിൽ തന്നെ അന്നേരം അത് ആക്റ്റീവ് ആവും. അതിന്റെ ഇങ്ങ് കൊണ്ടുപോകല്ല, ആടെ തന്നെ നമ്മൾ എടുത്തെടുത്ത് തന്നെ വിരൽ ആടെ തന്നെ ആളെ ക്ലിക്ക് ചെയ്യേ ബസ്. ആയാ. ഇല്ല, നിങ്ങൾ അതിന്റെ നറുക്ക് ക്ലിക്ക് ചെയ്യേ, അതിന്റെ ന്യൂ ബോട്ട്, ന്യൂ ലീഡ് എന്ന് കൊടുക്ക്. ആ അതിന്റെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യേ, അതിൽ ആ ജസ്റ്റ് ഒന്ന് അക്വാളി. ഓക്കെ ഓക്കെ. ഇനി സബ്സ്ക്രൈബ് സീക്വൻസ്. ഇപ്പൊ സീക്വൻസ് സീക്വൻസ് എന്ന് വെച്ചാല് നമുക്ക് പുതിയ ഇത് അന്നേരം പുതിയ എന്താണ് വേറൊരു സീക്വൻസ് മെസ്സേജ് എന്ന് വെച്ചാൽ ഇന്നേ സമയത്തിന് ഇത്ര ഇന്നേ സമയത്തിന് എന്ന് പറഞ്ഞിട്ട് വേറെ പോകണമെങ്കിൽ അതാണ് നമുക്കിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. കേട്ടില്ല, മനസ്സിലായില്ല. അത് നമ്മളിപ്പോ ഫസ്റ്റ് ഒരു ലീഡ് വന്ന്, ആ ഇപ്പൊ നമ്മൾ ആദ്യത്തെ ലീഡ് നമ്മൾ ട്രിഗർ ചെയ്ത് എന്ത് ആ കൊടുത്തിട്ട് ടെൽ മീ അബൌട്ട് ദ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ട്രിഗർ ചെയ്ത്, ആ അപ്പം തന്നെ പാരലായിട്ട് മറ്റൊരു എന്താണ് ഒരു സീക്വൻസ് മെസ്സേജ് എന്ന് വെച്ചാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇന്നേ കാണിക്കണം, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇന്നേ കാണിക്കണം, 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇന്നേ കാണിക്കണം, 18 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇന്നേ കാണിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ ആ. അത് വേണമെങ്കിൽ ആടെ നമുക്ക് എന്താക്കാം, സെലക്ട് സീക്വൻസ് മെസ്സേജ് എന്നുള്ളതിൽ ഒരു അപ്പൊ സീക്വൻസ് നമുക്ക് നിങ്ങള് കൊടുക്കാം. സീക്വൻസ് മെസ്സേജ് ആയിട്ട് നിങ്ങളെന്താ കോഴ്സിലേക്ക് വന്നില്ലേ, അങ്ങനെയൊക്കെയല്ലേ ചോദിക്കല്? ഞാൻ പിന്നെ രണ്ടു മൂന്ന് ഇതാ കൊടുത്തത് എന്തെന്ന്, ആ കണ്ടില്ലല്ലോ. നമ്മളെ അതുണ്ട്, അത് അതിന്റെ കൂടെ വരുന്ന ഇതിൽ കൂടി വരുന്നില്ലേ എന്താ ഇടക്കിടക്ക് ടെസ്റ്റ് മോണല്ലേ. ആ അതൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് മോണല്, 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് മോണല്, 5-10 മണിക്കൂർ കഴിഞ്ഞിട്ട് വേറൊരു ടെസ്റ്റ് മോണല്. ആ ആ. അങ്ങനെയാ അതിൽ കൊടുത്തത്. കാരണം ഈ കണ്ടില്ലെന്ന് വെച്ചാൽ ചിലപ്പോൾ കണ്ടിയോട് തന്നെയാക്കും കണ്ടില്ല എന്ന് ചോദിക്കുന്നത്, കണ്ടിക്കുന്ന പോലെ ആദ്യം റിപ്ലൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെ. ഇപ്പൊ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ നമ്മളിങ്ങനെ എൻഗേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ മാത്രം മനസ്സിലാവും. ശരി ശരി. ടെസ്റ്റ് തീരെ മോഡിൽ ചെയ്തല്ലേ? ഇതൊരു ആവശ്യമില്ലാണ്ട് വെറുതെ കൈകൊണ്ട് തട്ടിപ്പോന്ന് പോലെ വരുമല്ലോ. അതെ അതെ. അപ്പൊ ഓല് കുറെ കഴിയുമ്പോ നിങ്ങൾ ഇത് കണ്ടിട്ട് അമ്പാകൻ എന്നാ തുള്ളി വിട്ടാലോ എന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ. ആ. അപ്പൊ അത് അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം കൊടുക്കാം, അല്ലെ പിന്നെ കൊടുക്കാം. എന്താ കൊടുക്കുക? ഓക്കെ. എന്താ കൊടുക്കുക, ഒരു ഉദാഹരണം പറയും. അതിപ്പോ ഒരു പേര് മാത്രമേ ഇപ്പം കൊടുക്കും, പിന്നെ നമ്മൾ സീക്വൻസ് ഉണ്ടാക്കുന്ന. നിങ്ങൾ എന്താ കൊടുക്കല്? ഞാൻ കൊടുത്ത ടെസ്റ്റ് മോഡലാണ് കൊടുത്തത്. ആ മതി, അത് മതി. നാളെ ഇപ്പൊ ഏത് ആടെ മ്യൂസിക് ആടെ ജസ്റ്റ് ഇവിടെ. ഇതേ ടീം പോയ ടെൽമി ബോട്ട് ആ അതല്ല, ഏ, ആടെ അല്ല, അത് ഏഡ് ന്യൂ ലേബലല്ല, അത് നമ്മൾ ഓൾറെഡി ലേബൽ കൊടുത്ത അത് മാച്ചാളാ. നമ്മൾ ആടെ ഒരു ലേബൽ കൊടുത്താൽ ഇവിടെ ഇങ്ങനെ ഇവിടെ താഴെ താഴെ ആയില്ലേ ന്യൂ സീക്വൻസിൽ ജസ്റ്റ് ആടെ നടുക്ക് എത്തിയായി. ഇവിടെയാണ് സബ്സ്ക്രൈബ് ജസ്റ്റ് പിക്കൻസിന്റെ അവിടെയാണ്. ആടെ ന്യൂ സീക്വൻസ് കൊടുത്തേക്ക്. മ്യൂസിക്കൻസ് ഓക്കെ. കൊടുത്തു. മതി. മതി, ഒന്നും വേണ്ട, അത് മതി. ആ ഒന്നും വേണ്ട, ആടെ ചെക്കണ്ടേ. സെലക്ട് സെലക്ട് സീക്വൻസ്. ആ ഇപ്പൊ പറഞ്ഞാല് സീക്വൻസ് ഇല്ലാത്തതുകൊണ്ട് സെലക്ട് സീക്വൻസ് നമ്മൾ സീക്വൻസ് ഉണ്ടാക്കിയില്ല, സീക്വൻസ് നമ്മൾ തോന്നുന്നു തോന്നുന്നു. ഉണ്ടാക്കണം. കസ്റ്റം ഫീൽഡ് അതിലൊന്നുമില്ല. അസൈൻ കൺവേഴ്സേഷൻ ഗ്രൂപ്പ്, അസൈൻ കൺവേഴ്സേഷൻ യൂസർ. ഇപ്പൊ ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇവിടെ ആ സെലക്ട് സേവ് ടു സെലക്ട് കസ്റ്റം ഫീൽഡ്. ഇതിൽ നമ്മൾ ഏതെങ്കിലും കസ്റ്റം ഫീൽഡിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക, ഈ കോണ്ടാക്റ്റിനെ കൊണ്ടാക്കണമെങ്കിൽ ഉള്ളതാണ് കസ്റ്റം ഫീൽഡ്. കേട്ടില്ല, മനസ്സിലായില്ല. നമുക്കൊരു ഏതെങ്കിലും ഒരു പേരിൽ ഒരു ഫീൽഡ് അതിൽ വെക്കണമെങ്കിൽ, ഒരു ഫീൽഡിൽ നമുക്ക് ഇതിനെ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ കസ്റ്റം ഫീൽഡിൽ നമുക്ക് എന്താക്കാം, ഒന്ന് പേര് അടിച്ചു കൊടുത്താൽ ഒരു കസ്റ്റം ഫീൽഡ് അത് വേണമെന്ന് ഇപ്പം ഇല്ല. എന്താ ലാബില് പോലെയാണോ? ലേബൽ നമ്മൾ ഓൾറെഡി നമ്മൾ ലേബൽ കൊടുത്ത് മേലെ ആ ആ. ന്യൂ ആദ്യം പറഞ്ഞ പോലെ ന്യൂ ലീഡ് എന്ന് പറഞ്ഞ ലേബലായിട്ട് ഉണ്ടാവുക. ഉം, ഉം, ഇനി നമുക്ക് പിന്നെ ഇതില് ഗൂഗിൾ ഷീറ്റ് പോലത്തെ ഒരു സ്ഥലം ഉണ്ട്, നമുക്ക് ഇതിന്റെ റിപ്പോർട്ടെല്ലാം കാണുക. ഉം, 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 ഉം. അപ്പൊ ആടെ ഏതെങ്കിലും ഒരു പേരിൽ ഇത് പുതിയ എൻക്വയറി ഇന്നേ സംബന്ധിച്ചുള്ള എൻക്വയറി ആണെന്നുള്ള, ഇപ്പൊ നിങ്ങളിപ്പോ ATF എൻക്വയറി നിങ്ങൾ പല സാധനവും ചെയ്യുന്നുണ്ടെങ്കിൽ ATF എൻക്വയറി എന്നാണെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു കസ്റ്റം ഫീൽഡ് ആടെ അല്ല, മേലെ ആ മേലെ ATF തൊട്ട് ഫിറ്റ്നസ് എൻക്വയറി. ആ, അങ്ങനെ എഴുതിയൊക്കെ ATF. ആ ആ
അത് പോയാ? അല്ല, ആടെ ന്യൂ അതാകില്ല. ആടെ ന്യൂ എന്ന് കൊടുക്കും മേലെ. അതിന്റെ തൊട്ട് മേലെ ന്യൂ ഏഡ് വട്ടെ. ആ ആ ആ ആടെ നിങ്ങൾ ഇതാക്ക് സെലക്ട് കസ്റ്റം നെയിം. അടിയിൽ അടിയിൽ കസ്റ്റം നെയിം, അടിയിൽ കസ്റ്റം നെയിം ATF. ആ ആടെ നിങ്ങളെ പേര് കൊടുക്കുക, നിങ്ങൾ നേരത്തെ അടിച്ച. ഉം. അതിന്റെ സേവ് കൊടുക്കുക. സേവ്. സേവാ. ആ ഓക്കെ. ബസ് അതാ വേണ്ടു. ഇനി താഴെ സെൻഡ് URL, സെൻഡ് ഡാറ്റ ബുക്ക്, അതൊന്നും ഇപ്പം വേണ്ട. ഗൂഗിൾ ഷീറ്റ് കൊടുക്കണോ? ഗൂഗിൾ ഷീറ്റ് ഉണ്ടോ? നമ്മൾ ഓൾറെഡി ആ ഷീറ്റ് മാണാടാ, അതാ അതിൽ കൊടുക്കാനോ. അത് ഇപ്പം അല്ല കൊടുക്കുക, നമ്മൾ ചാറ്റെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ആ. കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് ഷീറ്റ് ഇല്ലല്ലോ. ഏ. അതാ അതാണ് സേവ് ചെയ്തേക്ക്, സേവ്. ഇവിടെ. ആ ഓക്കെ. ഇനി സ്റ്റാർട്ട് ബട്ടൺ എന്നുള്ള സ്റ്റാർട്ട് ബോട്ട് ഫ്ലോ എന്നില്ലേ, ആ. അത് ലേശം ഒന്ന് പൊന്തിച്ചു വെക്കുക. ആടെ നിന്ന് എടുത്ത് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് വെച്ചേ. ഓക്കെ ഓക്കെ, മതി. ന്യൂ സീക്വൻസ് എടുക്കുക, ന്യൂ സീക്വൻസ് ഇങ്ങപ്പുറത്തെ. ആ അതിൽ അല്ലേ? ഡബിൾ ക്ലിക്ക് ചെയ്യും. ആ അപ്പോൾ ആദ്യം ഓല് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ നിങ്ങൾ കൊടുക്കുക, ഗ്രീറ്റിംഗ് മെസ്സേജ് ആയിട്ട് എന്നാ കൊടുക്കുക. മെസ്സേജ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം. ആൾക്കാർക്ക് സീക്വൻസ് ക്യാമ്പയിൻ നെയിം നിങ്ങൾ അതിൽ പോകല, ഞാൻ പറയാം. ഓക്കെ ഓക്കെ, സീക്വൻസ് ക്യാമ്പയിൻ അതിലടിക്കല്ല മാഷേ. പ്രിഫർ ഡെലിവർ ടൈം. നിങ്ങൾ ഇതില്ലേ, ആ. ഇത് ക്ലോസ് ചെയ്ത് ഇപ്പം ഈ എടുത്താൽ അത് ക്ലോസ് ചെയ്യും നിങ്ങൾ. റോസീന. ആ ആ. തൊട്ട് താഴെ അതൊക്കെ ക്ലോസ് ചെയ്യും. ഓക്കെ. ഈ സാധനമല്ലേ ഈ സെൻഡ് മെസ്സേജ് ആഫ്റ്റർ എന്നുള്ള ഇതിൻ്റെ നേരെ ചോട്ട് കൊണ്ടായിട്ട് എല്ലാം ഓരോന്നിടത്ത് ഇങ്ങനെ കൈ കൊണ്ട് നീക്കി അവിടെ വെക്കുക, ഇതാ. ഓരോന്നോരോന്ന്. അതല്ല അതിൻ്റെ ഇപ്പുറത്ത് ഈ ഇതാ. സെൻഡ്, അതല്ല അതാണ് തന്നെ വെക്കുക, ആദ്യം വെച്ചത് തന്നെ. ഏത്? ഈ നിങ്ങളിപ്പം നീക്കി പഴയ ഐഡിയുള്ള ആടെ തന്നെ ഉണ്ടാക്കുക. ഇതാ. ആ ആ നീ. അതിൻ്റെ ഇപ്പുറത്തെ. അത് ഓരോന്നോരോന്ന് ഇങ്ങോട്ട് നീക്കി വെക്കുക. ആ മറ്റു അതിൻ്റെ അരിയത്തുണ്ടാക്കുക, മറ്റു അരിയത്ത് ഉണ്ടാക്കുക. അതത്തെ അടച്ചേക്ക്. ഏ. അതെ. ഓക്കെ. ഇനിയിപ്പോൾ നേരത്തെ ന്യൂ സീക്വൻസ് എന്നുള്ള സീക്വൻസിലല്ല നമ്മൾ ഞെക്കേണ്ടത്. ഓക്കെ, സീക്വൻസ് അതും അടുത്താത്തേക്ക് നമ്മൾ നേരത്തെ ന്യൂ സീക്വൻസ് അതടുത്താത്തേക്ക്. ആ. ആ. താഴെ പോട്ടെ, കുറച്ചും കൂടി താഴോട്ട് വെക്കുക, കുറച്ചും കൂടി താഴോട്ട്, കുറച്ചും കൂടി താഴോട്ട്. ആ. എന്നും താഴോട്ട്. ഇനിയും താഴ്ക്കാം. അതിന്റെ മേലെ ആർക്കൊണ്ടാ ഇപ്പം വേണ്ട നമുക്ക്. അത് ജസ്റ്റ് ഏ. നമ്മൾ ഒന്നും അതിന് വായ്പ ഉപയോഗിക്കൂല, അതാണ് ഞാൻ വെച്ചേക്ക്. ഏത്? അല്ല, ഇപ്പൊ ഈ ഉണ്ടാക്കിയ സീക്വൻസ് മെസ്സേജ് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കൂല, അതാണെന്നോട്ടെ. അത് താഴെ താത്തേച്ച ഇത് മുകളിൽ വെക്കണോ? വേണ്ട മാഷ, ഇതെല്ലാം താഴോട്ട് പോട്ടേന്ന്. ആ. എല്ലാം താഴെ അടുക്കിയാണ് വെച്ചേക്ക്, മേലെ. ആ ഇനി മോളിലെ ന്യൂ സീക്വൻസ് പിന്നെ ആടെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇവിടെ വെക്കണോ? വെച്ച റെഡി എത്താ, ആടെ വെച്ചേക്ക് മതി. കളിക്കുന്ന ബാക്കിയൊക്കെ താഴ്ക്കും. ആടെയല്ല മാഷ. ഏ. എന്നാ ഇതെല്ലാം എടുത്ത് പൊന്തിച്ച് ആടെ വെക്ക്. എല്ലാം ഒരു ലെവലിൽ അട്ടിക്ക് ആടെ വെച്ചേക്കുന്നേ പറയുന്നത്. എല്ലാം അട്ടിക്ക് ഒരുത്തേൽ വെച്ച് ഇങ്ങനെ ചറവറ വെക്കല്ല. ആ, അങ്ങനെ. ആ അതിപ്പം നമ്മൾ ഉപയോഗിക്കില്ല. ഇതും എടുത്ത് അതിന്റെ മുകളിൽ വെച്ചേക്ക്. ഈ രണ്ടെണ്ണം താഴെ തൂങ്ങി കിടക്കുന്നില്ല, ഇങ്ങോട്ടല്ല. ഏ. അതിന് നേരെ തന്നെ മുകളിൽ വെക്ക്, മുകളിൽ.
രണ്ടാമത്തെ ഇതാ സൈഡിലായിട്ട് വെക്കാം. ഇതാ ഇപ്പൊ നിങ്ങൾ കൈ കൊണ്ട് ഒരു നീല അത് അവിടെ വെക്ക്. വെച്ച് വെച്ച് മതി മതി മതി. ഇതിന്റെ ആ താഴെയുള്ള ന്യൂ മെസ്സേജ് ഇല്ലേ, സെൻഡ് ആ ന്യൂ മെസ്സേജ്. ആ ഇനി അതിപ്പോ പിടിക്ക്. അതെടുത്ത് അതിന്റെ മുകളിൽ വെക്ക്. ആ ഇപ്പം വെച്ചതിന്റെ മുകളിൽ, വെച്ചതിന്റെ മുകളിൽ തന്നെ ആ പൊന്തിച്ച് വെക്ക്. അതിന്റെ മുകളിൽ കൊണ്ടാക്ക്. മതിയാ. എന്നും മോളിൽ എന്ന് വെച്ചാൽ അതിന്റെ മേലെ, അതിന്റെ തൊട്ട്, അതിന്റെ മേൽക്കും മേലെ, മേൽക്കും മേലെ. മതിയാ. ഇപ്പൊ ചീത്ത അറിയില്ലക്ക. ആ. ഇത് ആടെ എല്ലാം വെക്കണ്ടേ എല്ലാം ഇപ്പൊ പറഞ്ഞ മൂന്നും തൊട്ട് മേലെ അതേ ലൈനിൽ നിങ്ങൾ അവിടെ കൊണ്ടാക്ക്. അത് നമുക്ക് സീക്വൻസ് സൗകര്യത്തിൽ ഈ സീക്വൻസിന്റെ നേരെ സീക്വൻസ് അതെല്ലാം ഒരു ലൈനിൽ ഇവിടെ കൊണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഇതിന്റെ ഇരുത്താ. ഇവിടെയാണ് ഞാൻ കാണിച്ചു ഉദ്ദേശിക്കണേ. തരാം. ആടെ അല്ല, ഏ ഇപ്പൊ സീക്വൻസ് വെച്ചില്ലേ, അതിന്റെ അതേ വലത്ത് സൈഡിൽ ആടെ കൊണ്ടാക്കുക. ഇവിടെ ഓരോന്നും ബൈക്കും ബൈയായിട്ട്. ഇവിടെ ആ ആ ആ, ആടാ ആടാ. അത് ആ അതിനെ പറഞ്ഞൂടെ. അടുത്തോ കൊണ്ടാക്കുക. അതിന്റെ കുറച്ച് ഇപ്പറായിട്ട് ആടെ കൊണ്ടാക്ക്. ആ കുറച്ച് ഇപ്പറും വലത്തേപ്പുറം കാണണ്ടേ മതി. നമുക്ക് പിന്നെ എടുക്കുവേ. മതിയാ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മതി 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 മസ്കോർ. ഇനി ഇവിടെ ഇതാ കൊമ്പോസ് നെക്സ്റ്റ്. ഇനി ഇങ്ങനെ പ്രബോധനി ടെൽമി ബോട്ടില്ല. ടെൽമി. ടെൽമി ബോട്ടിന്റെ തൊട്ട് തായ ഒരു വെള്ളക്കുത്ത് കാണുന്നില്ല, രണ്ട് കുത്തില് ടെൽമി ബോട്ട് ഇപ്പറോ എടുത്തു ഇവിടെ നോക്കാം. അതിന്റെ ചോട്ടിൽ ഒരു വെള്ളക്കുത്ത് കാണുന്നില്ല. ഇവിടെ ഇതാ. ഇവിടെ അടല സബ്സ്ക്രൈബ് ടു സീക്വൻസ് കൊണ്ട് കോമ്പോസ് നെക്സ്റ്റ് മെസ്സേജ് ഇല്ല. ആ കോമ്പോസ് നെക്സ്റ്റ് മെസ്സേജിന്റെ അടുത്ത് ഒരു വെള്ളക്കുത്ത് കാണുന്നുണ്ടോ? എവിടെയാണ് ഈ വെള്ളക്കുത്ത്? താഴെ 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 താഴെ. ഇവിടെയാണോ? ആ ആ ആ, വലത്തോട്ട് എടുത്തോട്ട്. ആ ആടെ എടുത്തോട്ട് താഴെ മേലത്തോട്ട് താഴെ. കോമ്പോസ് നെക്സ്റ്റ് മെസ്സേജിൽ കാണുന്നില്ല ആ നിങ്ങള് കാണാണ്. ഇതിന്റെ പേര് പോയിരുന്നു. ആ വെള്ളക്കുത്തിൽ ഒന്ന് മെല്ലെ ടച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു വര ഒന്ന് ബലിക്ക്. കുത്ത് ബലിക്കുക. ഒന്നാല് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഉള്ളില്, അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യും. ഇവിടെ അതല്ല, ആ വെള്ളക്കുത്തിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യും. ഇവിടെ വെള്ള അല്ല, വെള്ളക്കുത്ത് ഇത് കാണുന്നുണ്ടോ റൗണ്ട്? ആ അതിൻ്റെ ഉള്ളിൽ കുത്ത്, അതിൻ്റെ ഉള്ളിൽ കുത്ത്. ഇതല്ലേ? ഇത് ക്ലോസ്. ആ ഓക്കെ 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 ഓക്കെ. അത് ടെൽമി, ഇത് ക്ലോസ് ചെയ്യും. ടെൽമി അബൌട്ട് എന്നുള്ള സേവ് ചെയ്യേ. ക്ലോസ് 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 ക്ലോസ്. എവിടെ അത് ക്ലോസ്? ക്ലോസ് ക്ലോസ്. ഇത് അതിന്റെ താഴെ താഴെ ക്ലോസ് ഉണ്ട്. പൊന്തിക്ക്. എന്നു 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 താഴോട്ട് താഴോട്ട്. ആ താത്ത്. ആ മതി. ക്ലോസ് എന്നാക്കാൻ നിങ്ങൾ കൈവച്ചതിന്റെ തൊട്ട്. ആ ആ ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് എല്ലാം വേണ്ടേ? ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളത് ഞെക്ക്. ലക്ഷ്യമേ ഇവിടെ. നിങ്ങൾ ഒരു പ്രാവശ്യം അത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കുറെ നിങ്ങൾ തീരെ കാണാത്തോണ്ടായത്. അത് കണ്ട് ചെയ്ത ആളാണ് ഇവിടെ ഞാൻ ചോദിക്കണത്. പക്ഷെ ഞാൻ അത് ഒരിക്കൽ കണ്ടാലേ നമുക്ക് പറഞ്ഞു തന്നാൽ വേഗം വേഗം കഴിയൂ. നിങ്ങള് സീക്വൻസ് ഇന്ന് ഉണ്ടാക്കി ഞാൻ അയച്ചുതരാം. ടെക്സ്റ്റിലേക്ക്. ആ ഓക്കെ, അത് കുറച്ച് പൊന്തിച്ച് വെക്ക്. നേരത്തെ വെച്ചതിൻ്റെ തൊട്ട് ഇതിലെ ഒരു ലൈനിൽ നിൽക്കട്ടെ നേരെ. ആ മതി 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 മതി. ഓക്കെ. ഇനി അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യും. ഓക്കെ. നേരത്തെ പേസ്റ്റ് ചെയ്ത് നിങ്ങൾ അതിലുണ്ടാവും, അതുകൂടെ പേസ്റ്റ് ചെയ്യും. ഇത് ഗ്രീറ്റിംഗാ. ഗ്രീറ്റിംഗ് അത് ഓൾറെഡി നിങ്ങൾ അതിലുണ്ടാകും. ചിലപ്പോൾ നിങ്ങളൊന്നും ആക്കിയില്ല അതിന് ശേഷം. അവിടെ പേസ്റ്റ് ചെയ്യും. ആ ഓക്കെ. ഇനി അതിന് ഡിലേ കൊടുക്കണ്ട. അതാദ്യം നമ്മൾ ഓല് ചാറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ഓലിക്ക് കിട്ടണ്ടേ. ആ അത് സേവ് ചെയ്ത് കൊടുക്കും. സേവ് അതുപോലെ ബെറിലെടുക്കുമ്പോൾ തന്നെ ഇത് പോകും. വെൽക്കം ഉം. ATF അക്കാദമി എന്നുള്ള. ഇനി ഒരു ചെറിയ ഡിലേ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ടൈപ്പ് ചെയ്യുന്ന സമയത്തിലേക്ക് ഡിലേ കൊടുക്കണം. അങ്ങനെ കൊടുക്കാം. അവിടെ ഒരു ചെറിയ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് മേലെ ആദ്യത്തെ അല്ല. ഏ നിങ്ങളെന്താ ഇനി ചെയ്യുന്നത്? നിങ്ങളെന്താ ചെയ്യുന്നത്? ഇല്ല ഞാൻ ഇനി ചോദിക്കും. അടുത്ത പോണ്ടിയത്? അടുത്ത അടുത്ത എന്തെന്നാ അവർക്ക് പോണ്ടിയത്? അടുത്ത വോയിസ് അല്ലേ?
വോയിസ് ആണെങ്കിൽ ഇത് ക്ലോസ് ചെയ്യും. ഇത് ഡിലീറ്റ് ആക്കുക എങ്ങനെയാന്ന് വെച്ചാല് അതിന്റെ പോയ വേരില്ലേ, ഏ ഒരു വേരുമ്പോ കൂടിയല്ല അതിങ്ങേപ്പുറം വന്ന് ആ ആ വേരിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യും. അന്നേരം ഇവിടെ നീല കളറിങ് ആവും. നീല വേരിന്റെ മുകളിൽ അന്നേരം നീല ആയില്ല. ഇനി ആ റൈറ്റ് ക്ലിക്ക് യെസ് ഡിലീറ്റ്. ആ ഇനി അതും ഡിലീറ്റ് ആക്കിയതാ. എങ്ങനെ അവിടെ റൈറ്റ് ക്ലിക്ക് എവിടെയെങ്കിലും പിടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക് എവിടെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ലൈറ്റ് അമർത്തി ഡിലീറ്റ്, ആ ഡബിൾ ക്ലിക്ക് ആ ഡിലീറ്റ്. ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളക്കുത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊമ്പോസ് നെക്സ്റ്റ് മെസ്സേജിന്റെ വെള്ളക്കുത്തുനിന്ന് ഒരു പേരും കൂടി കൊണ്ടുപോവാ. ആ ക്ലിക്ക് ചെയ്യ്. ക്ലിക്ക് ചെയ്തു ഇത് പുറത്തേക്ക് ബരക്ക്. ഇത് ക്ലോസ് ആക്ക് ഇപ്പം വന്ന മെസ്സേജ്. ആ ആ ആടെ ആടെ ഓഡിയോ എന്നുള്ള താഴെ മൂന്നാമത്തെ ഓഡിയോ, നാലാമത്തെ. ഓക്കെ. 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 ഇനി ആടത്തേക്ക് ഒരു ഓഡിയോ. ഇനി നിങ്ങൾക്ക് വേണ്ടി ഓഡിയോ കൊടുത്ത് ഈ ഓഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാ? റെക്കോർഡ് ഓഡിയോ നിങ്ങൾ എടുത്ത് എവിടെയെങ്കിലും ഉണ്ടാ? ചെറിയ ഓഡിയോ ഒരു വാട്സപ്പിൽ എന്തെന്നാ അതിൽ പറയേണ്ടതെന്നുള്ള ഓഡിയോ റെക്കോർഡ് ചെയ്യും. ഹായ്, വളരെയധികം സന്തോഷം ഈ ഒരു മേഖലയെ ഇഷ്ടപ്പെട്ടതിനും നിങ്ങളുടെ ജീവിതത്തിൽ റിസൾട്ട് ആക്കാനും ആഗ്രഹിക്കുന്നതിനും അതിനായി റിക്വസ്റ്റ് അയച്ചതിനും മെസ്സേജ് അയച്ചതിനും താഴെ കാണുന്ന ഡീറ്റെയിൽ ഒന്ന് ഫിൽ ചെയ്യാമോ? ഹായ്, വളരെയധികം സന്തോഷം ഈ ഒരു മേഖലയെ ഇഷ്ടപ്പെട്ടതിനും നിങ്ങളുടെ ജീവിതത്തിൽ അതിനായി റിക്വസ്റ്റ് ഈ ഒരു ക്ലാസിന്റെ ഇല്ല 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 ഈ ഒരു പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാരില്ല നിങ്ങളുടെ സാരില്ല പിന്നെ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ സാരില്ല ഇത്ര ക്ലാസിന്റെ സാരില്ല പിന്നെ ലിമിറ്റേഷൻ എന്നില്ല. ഓക്കെ പറയണ്ട. നമ്മൾ എവിടെ സേവ് ആവുക? ഇത് നമ്മൾ എവിടെ സേവ് ആവും? നിങ്ങളെ വോയിസാ സ്ക്രീൻഷോട്ട്സ് ആ വോയിസ് നിങ്ങളെ ഇതിൽ കൊണ്ടുവരാം. നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തിട്ട് അത് അവിടെ ഡൗൺലോഡ് ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കാണിക്കൂ ഇന്നേരത്തിൽ അത് സേവ് ആയിട്ടുള്ളതെന്ന്. ആ ഓക്കെ. അത് കാണിച്ചു എവിടെയാന്ന് മനസ്സിലാക്കിയാ? ആക്കാം. ഓക്കെ. ഇനി ഇവിടെ ഇതിൽ കൊണ്ടുവന്നിട്ട് സെൻട്രൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആടെ ഇപ്പം നേരത്തെ കാണിച്ചില്ല എവിടെയാ വരേണ്ടതെന്നുള്ളത്. ആക്കാം. ഇതിലാണ് ഉള്ളത്. ആടെ ഏ ഇതാണ്. അതിവിടെ ഓപ്പൺ ചെയ്യും. ഇതല്ല, അത് ഓപ്പൺ ചെയ്യും. ഫോൾഡർ അല്ല വേണ്ടി, അതിലെ ഫയൽ മാത്രം ഓപ്പൺ ചെയ്യും. എങ്ങനെ? ആ ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ ഓപ്പൺ വരൂല. ഇല്ല, നോ ഐറ്റം എന്നാ കാണിക്കണത്. അതിലല്ല നിങ്ങളിപ്പം ഡൗൺലോഡ് എടുത്ത ഇപ്പുറം ഡൗൺലോഡ് അതിലുണ്ടോ നോക്ക്. ഇല്ലടോ. നിങ്ങൾ മെസ്സേജ് ആദ്യം ഏതാന്ന് ഉറപ്പ് വരുത്തുക അവിടെ പോയിട്ട്. അത് നോക്കിയേ ഓണ്ടണേ. അങ്ങനെ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ കാണുന്നില്ല. ഫയൽ ഐഡി കണ്ട നിങ്ങള് ഫയൽ ഫയൽ ഇതാ ഡൗൺലോഡ് ചെയ്ത അതിലാണല്ലേ ഏടാ ഈ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞില്ലേ? കണ്ട ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ല ഫോട്ടോ? സ്ക്രീൻഷോട്ട് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് പക്ഷെ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ 0 കാണിക്കണം. എന്താ അങ്ങനെ? കസ്റ്റമൈസ്ഡ് ഫയൽ നിങ്ങൾ ഒന്നുകൂടി എനിക്ക് നിങ്ങള് ഒന്നുകൂടി വേണോ? അതിന്റെ നിങ്ങളെ ഫയൽ ഐ ഡി ഓപ്പൺ സേവ് ആകുന്നത് ഞാൻ ഒന്ന് കാണട്ടെ. പുറത്ത് ഇതാ, കീഴിലല്ലാണ്ട് ഇതാണ് ഇത് ഫയല്. ക്ലോസ് ചെയ്യും. എടാ, എടുത്തു ഇത് ഫയല്. സേവ് ആസ് ആക്കി. സേവേഴ്സ് എല്ലാം വേണ്ടിയേ. അതെ സേവ്. സേവിലല്ല വേണ്ടിയേ. ആ ഉം ഇതാണ് വോയിസ്. അത് ഓപ്പൺ ആക്കിയേ.
നിങ്ങൾ ബേക്ക് ഇത് ഒന്ന് ബേക്ക് അടിച്ചാ നിങ്ങള്. ഏഹ് നിങ്ങൾ ബേക്ക് കൂടെ ഇത് ബേക്ക് സേവ് ആക്കണ്ടേ? ഇതാക്കണ്ട. നിങ്ങൾ ഈ വോയിസ് ഇല്ലേ, ആ വോയിസിലൊന്നുണ്ട് അവൾക്ക് ഷാളെ കൊണ്ടുവല്ല അതിൽ പോവല്ല. ഏഹ് നേരത്തെ ഉള്ളിടത്ത് തന്നെ നിൽക്ക്. ആ അല്ല മാഷേ, എനിക്ക് വോയിസിന്റെ ഹായ് അടുത്താണ്. വളരെയധികം ആടെ ഇവിടെ ഇത് ഡൗൺലോഡ് ഇവിടെ അതിന്റെ ഇവിടെ നിങ്ങളുടെ സേവിയേഴ്സാ ഇല്ലേ? ഓക്കെ, എന്നാ സേവിയേഴ്സ് കൊടുക്ക്. ഞാനെല്ലാം പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുന്നില്ല. കൊടുത്തില്ല മാണിക്കതല്ലേ, 3 പ്രാവശ്യം കൊടുത്തപ്പോ. നിങ്ങൾ കൊടുക്ക്, ഞാൻ പറയുന്നത് കൊടുക്ക്. എന്താ? അതിന്റെ സേവ് കൊടുക്ക്. MPG ഫയലാ. സേവ് കൊടുക്ക്. MPG ഫയല് അത് എം ആ പി ജി വരുന്നത്. ആ, അതെവിടെയാ സേവ് ആയത്? ആടെ തന്നെയാണോ അതിൽ തന്നെയാണോ? ആ പൊന്നോ, ഇതാ പക്ഷെ അത് എം ഇതെല്ലാണ് പി ജി സാധനം ഉള്ളത്. ഫയൽ എന്ന് പറഞ്ഞിട്ട് അത് MPEG ഫയൽ എന്ന് പറഞ്ഞിട്ട് അതിൽ വരുന്ന അതാണത്. അതെ, ആ, എന്താ ചെയ്യാ? അത് അത് ഫയൽ ടൈപ്പ് മാറ്റണം. നിങ്ങൾ എഴുതിയിട്ടുണ്ടാ? ഏ കൺവേർട്ടർ ഉണ്ടാ? ഫയൽ കൺവേർട്ടർ. ഇല്ല. ഓക്കെ. അപ്പൊ റെഡി. സാറ് ചെയ്താറ്. ഇതാ ഇതാണ് മിനിമൈസ് ചെയ്ത് നമ്മൾ അതിൽ തന്നെ പണിയെടുക്കും. ഇതാടെ ആക്കില്ല, ഏ ഇതാക്കില്ല വോയിസ് കിട്ടണ്ടേ. നിങ്ങള് കമ്പ്യൂട്ടറിൽ ഇത് മൊബൈലല്ലേ, കമ്പ്യൂട്ടറിൽ മൈക്കില്ലേ? ആണ്ട്. അതിൽ വാട്സപ്പ് എടുക്ക്. പക്ഷെ അത് കറക്റ്റ് അല്ലേന്നു. എന്താ? സന്തോഷം ഈ ഒരു മേഖലയെ ഇഷ്ടപ്പെട്ടതിനും നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം പറഞ്ഞേ. റിസൾട്ട് ആക്കാനും ആഗ്രഹിക്കുന്നു. പുതുതായിട്ട് വാട്സപ്പിൽ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു മെസ്സേജ് റെക്കോർഡ് ചെയ്തേ, മൊബൈലിൽ നിന്നല്ലാണ്ട്. ഓക്കെ. ഹായ്, വളരെയധികം സന്തോഷം ഈ ഒരു മേഖലയെ ഇഷ്ടപ്പെട്ടതിനും നിങ്ങളുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചതിനും അതിനായി റിക്വസ്റ്റ് അയച്ചതിനും മെസ്സേജ് അയച്ചതിനും താഴെ കാണുന്ന ഡീറ്റെയിൽ ഒന്ന് ഫിൽ ചെയ്യാമോ? ആ ആ, ആ, അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കൂ. ഹായ്, വളരെയധികം സന്തോഷം. അല്ലാന്ന് സേവ് ചെയ്ത് നോക്കാം, ഏത് ഫയലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഈ ഫയൽ കിട്ടും. അത് ഇനി വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ച കുഞ്ഞൻ കളിക്കൊണ്ട് വോയിസ് റെഡി ആക്കില്ല, മാറ്റി റെക്കോർഡ് ചെയ്തോളി കമ്പ്യൂട്ടറിൽ. ആ വോയിസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആളെ കൊടുക്കാം. ഇനി മാറ്റി റെക്കോർഡ് ചെയ്യണേ മാറ്റി റെക്കോർഡ് ചെയ്യാം. അതന്നെ വോയിസ് വണ്. അപ്പൊ എന്താണോ മൊബൈലിലത്തെ അക്സെപ്റ്റ് ചെയ്യാത്ത? മൊബൈൽ നിങ്ങൾ ഐഫോൺ അല്ലേ? ആ അതിന്റെ ഫയൽ മാറ്റണ്ട, ഫയൽ അല്ല, കൺവേർട്ട് ചെയ്യേണ്ടി ഞാനിപ്പോ വരും. ആൻഡ്രോയിഡിൽ നിന്നാ ചെയ്തേ. എന്തെങ്കിലും ഫയൽ മാറ്റേണ്ടി വരും. ഓക്കെ. അത് ഫയൽ ടൈപ്പ് അവിടെ സേവ് ചെയ്യുന്ന ഫയൽ ടൈപ്പ് ഇതായിരിക്കും. ഫയൽ ടൈപ്പ് മാറ്റി ഇനി എന്താ കൊടുക്കേണ്ടി വരും. ഇനി എന്താ? ആൾക്ക് അത് ഓക്കെ ഇങ്ങ് എത്തിയിട്ടില്ല. 29.4 KB അതേതാ ഫയല്? അതിന്യാ വോയിസിന് അത്രയും വലിപ്പം ഉണ്ടാവില്ലല്ലോ. ഇതൊന്ന് പൊന്നിച്ച എന്തെന്ന് ആയ നോക്കുക. ഏ ഇതൊന്ന് ഈ ഒരു ടേബ് ഒന്ന് പൊന്തിച്ച എന്താ ബോസേ? അതിന്റെ ഫുള്ളായിട്ടൊന്ന് കാണണ്ടിരും 1 മന്ത്. കാണില്ല. ഒരു മിനിറ്റ്. ഓക്കെ. ഇതിന്റെ ഒരു ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏ ലൈഫ് ലോങ് ആയിട്ടാണ്. അഥവാ ഇതൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ നിങ്ങളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫർ ഇവിടെ ഈ എടുത്തിട്ടോ. ഒരു കോഴ്സിന്റെ ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ലൈഫ് ലോങ് ആയിട്ടാണ്. നിങ്ങൾക്ക് വിജയിക്കുന്നവരെ ഒരു പഠിക്കാനുള്ള ഒരു മിനിറ്റ്, ഞാൻ അവസരമാണ്. ഇയർഫോൺ വെക്കട്ടെ. മേലെ നിങ്ങൾ കണ്ടിരിക്കുന്ന